ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് കുറേ മുന്നേ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത് ഉണ്ടാക്കാം. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണ്ടതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു A4 പേപ്പർ, ബ്ലാക്ക് പെന്ന്, സെല്ലോ ടാപ്പ് അതല്ലെങ്കിൽ ക്ലിയർ ടാപ്പ്, പിന്നെ ഇതേപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം. അപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മളെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന മെത്തേഡ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ഇതേപോലത്തെ പിക്ചേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റിക്കറിന് ഒരു ഭംഗി ഉണ്ടാവുക വൈറ്റ് ഭാഗം കുറച്ചും കൂടി കൂട്ടിയിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിപ്പോ സ്റ്റിക്കർ പ്രിന്റ് എടുത്ത ഇല്ലെങ്കിലും നമ്മളെ ബുക്കിലുള്ള എന്തെങ്കിലും പിക്ചേഴ്സോ അതല്ലെങ്കിൽ കളിക്കുടുക്ക അങ്ങനെ മാഗസിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതിന് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സെല്ലോ ടാപ്പ് ഒന്ന് അതിന്റെ മേലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. സെല്ലോ ടാപ്പ് ബബിൾസ് ഒന്നും വികാതെ ഒട്ടിക്കാനുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അതേപോലെ ഒന്ന് കമത്തി വെച്ചിട്ട് അതിന്റെ മേലെ പിക്ചർ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ 3 മെത്തേഡിലാണ് ചെയ്യുന്നത്. ആദ്യത്തെ മെത്തേഡാണ് ഇത്. പിന്നെ രണ്ടാമത്തേത് നമ്മൾ ഹാൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാൻഡ് തന്നെ നമ്മൾ കളറും കൂടി കൂട്ടിയിട്ട് ചെയ്യണതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ കണ്ടുവെക്കാം. അപ്പൊ ഞാനിപ്പോ ഇതേപോലെ കളിക്കുടുക്കെന്നാണ് കേട്ടോ ഈ ഒരു പിക്ചേഴ്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ ആ ബുക്ക് കാണിച്ചല്ലോ. അപ്പൊ ഇതിലാണെന്നുണ്ടെങ്കിൽ കുറെ നല്ല പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. കട്ട് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ സെല്ലോ ടാപ്പ് ഒന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ സെല്ലോ ടാപ്പ് കുറച്ചും കൂടി ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തിൽ ഞാൻ കട്ട് ചെയ്തപ്പം ഞാൻ എന്ത് ചെയ്തില്ല, ഗ്യാപ്പ് വിടാതെയാണ് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഇതേപോലെ ഈ ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനി കുറച്ചേരം ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ കിടന്നാൽ തന്നെ ഈ പേപ്പറൊക്കെ അത്യാവശ്യം നല്ലോണം പൊതിർന്നിട്ടുണ്ടാവും. അതായത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഫീൽ ചെയ്താൽ തന്നെ ഇങ്ങനെ പോരും. അപ്പൊ ഇനി നമ്മൾ ഇതേപോലെ ബാക്കിൽ ഈ സ്റ്റിക്കറിന്റെ ബാക്കിൽ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുമ്പോൾ ആ പേപ്പറൊക്കെ ഇങ്ങനെ റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ മെല്ലെ ചെയ്താൽ മതി. ഭയങ്കര തിരക്കൂട്ടി ചെയ്താൽ ഇപ്പതാ ഞാൻ ഈ ഒരു ആപ്പിളിന് തന്നെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര തിരക്കൂട്ടി ചെയ്തപ്പോൾ അതിന്റെ ലീഫിന്റെ കയ്യിൽ പോന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മെല്ലെ കെയർഫുൾ ആയിട്ട് ചെയ്താല് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ ആപ്പിളിൻ്റെത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടാബ്ലിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് വെച്ചെടുക്കുക. പിന്നെ ഈ ഒരു സ്റ്റിക്കറൊക്കെ ഞാൻ എടുത്തത് കളിക്കുടുക്കെന്നാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറൊക്കെ കളിക്കുടുക്കെന്നോ ന്യൂസ് പേപ്പറിന്നോ മാഗസിന്നോ എവിടുന്നാ വെച്ചാൽ അങ്ങനെ എടുക്കുക. ഇനി അതെല്ലാം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഞാൻ ഈ കളിക്കുടുക്കേന്ന് എടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റിക്കറാണ് എനിക്ക് കുറച്ചും കൂടി ചെയ്ത് വന്നപ്പം ഒരു ഭംഗി തോന്നിയിട്ടുള്ളത്. മറ്റേ പ്രിന്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കർ വലിയൊരു രസം തോന്നിട്ടില്ല. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് ഉണങ്ങിയതിന്റെ ശേഷം ആ ഒരു വെള്ളമൊക്കെ പോയിട്ട് നമുക്കിത് ബുക്കിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനിപ്പോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പശന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി അതിൽ സെല്ലോ ടാപ്പ് ഉണ്ട്. ഈ വെള്ളം ഉണങ്ങിയാൽ തന്നെ ഇത് നല്ല ഈസിക്ക് ഇതേപോലെ ഒട്ടി കിട്ടും. അപ്പൊ ഇനി ബാക്കിയുള്ള സ്റ്റിക്കറൊക്കെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ കവായി സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഈ ബുക്കിൽ ഒട്ടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണം പിന്നീട് യൂസ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു ക്ലിയർ ഷീറ്റിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇത് ഹാൻഡ് ആയിട്ട് നമ്മൾ വരച്ചിട്ട് ചെയ്യുന്ന സ്റ്റിക്കറാണ്. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾറെഡി ഉള്ള ഒരു പിക്ചർ നമ്മൾ കട്ട് ചെയ്തിട്ട് ട്രാൻസ്പെറന്റ് ആക്കിയതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ വരച്ചിട്ട് അത് നമ്മൾ ക്ലിയർ സ്റ്റിക്കർ ആക്കി എടുക്കുകയാണ്. അപ്പൊ ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കാൻ നമ്മൾ പിക്ചർ വരയ്ക്കുമല്ലോ. അപ്പൊ അതിനുള്ള ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ആദ്യം കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു പിക്ചർ എടുക്കുക, എന്നിട്ട് ഫോണിന്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടി കൊടുക്കുക, എന്നിട്ട് അതിന്റെ മേലെ പേപ്പർ വെച്ചാല് നമുക്ക് ആ ഒരു ലൈൻസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും. എന്നിട്ട് അതേപോലെ മേലെ വെച്ചിട്ട് ഒന്ന് വരച്ചെടുത്താൽ മതി. അങ്ങനെ ഇപ്പൊ ഞാൻ 3 പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ കൂടെ ആയിട്ട് ഞാനിങ്ങനെ ഈ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സെല്ലോ ടാപ്പ് ഒട്ടിക്കുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഒരു പിക്ചറൊക്കെ വലിയ പിക്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ
അത് ഫുള്ളായിട്ട് ഒട്ടിക്കാനില്ലെങ്കിൽ നമ്മൾ രണ്ട് ഭാഗമാക്കിയിട്ട് മുറിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സെല്ലോ ടാപ്പിന്റെ മേലായിട്ട് അടുത്ത സെല്ലോ ടാപ്പ് വരുന്ന രീതിക്ക് വേണം ഒട്ടിക്കാന്. അതല്ലാതെ നമ്മൾ ഇടയിൽ ഒരു പേപ്പർ ഗ്യാപ്പ് ഒന്നും വിടരുത്. പിന്നെ ഞാൻ ഇതേപോലെ വൈറ്റ് ഭാഗം ഒന്ന് കൂട്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ട്ടോ. പിന്നെ ഇതിൽ ഞാൻ സെല്ലോ ടാപ്പിന് ഗ്യാപ്പ് ഒന്നും ഇട്ടുകൊടുത്തിട്ടില്ല. ഇങ്ങനെയും ഒട്ടും ട്ടോ. അപ്പോ ഇതേപോലെ ഞാൻ ഇനി വെള്ളത്തിൽ ഇത് കുറച്ചേരം ഇട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് കാണാം ട്ടോ. ഇപ്പൊ ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിത്തെ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ട്ടോ. ഇതിൽ ഞാൻ വരയ്ക്കാൻ യൂസ് ചെയ്തിന് പെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 10 രൂപക്ക് മേടിക്കുന്ന പെൻ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നിയത് നമ്മൾ വരയ്ക്കാൻ കുറച്ചും കൂടി പെർമനന്റ് മാർക്കർ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാവും നന്നാവും. അങ്ങനത്തെ പെന്നൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ. പിന്നെ ഇതിൽ തന്നെ ഈ ഒരു ആടുംകുട്ടി ഉണ്ടല്ലോ, അതിന്റെ ഈ ഒരു ഭാഗം പോന്നിട്ടുണ്ട്. ഇനി അത് വലിയൊരു പിക്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ടാപ്പ് വെച്ചിട്ട് ഇനി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇടയിൽ കുറച്ച് പേപ്പർ കുറച്ചൊരു ഗ്യാപ്പ് വന്നോണ്ട് തന്നെ അത് പൊട്ടിപ്പോയി ട്ടോ. പേപ്പർ റിമൂവ് ചെയ്യുമ്പോൾ ഓക്കെ കുഴപ്പമില്ല. ബാക്കി 2 അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സെല്ലോ ടാപ്പിന് പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ട്ടോ, ഇതിങ്ങനെ ഒട്ടും. അപ്പൊ ഇതേപോലെ ഞാൻ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെയും അത്യാവശ്യം നല്ല ക്ലിയർ ഒക്കെ വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഫെയ്ഡ് ആയിട്ടുള്ളൂ. ഈ ഒരു മുയലൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ക്ലിയറിൽ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഹാൻഡ് ആയിട്ട് വരച്ച് നമ്മൾ ചെയ്തിട്ട് അതിലൊന്ന് കളർ ചെയ്തിട്ട് ഉണ്ടാക്കാം ട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു പരീക്ഷണം കൂടിയാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ആ ഒരു പിക്ചറൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊന്നുകിൽ നമുക്ക് പെയിന്റ് ചെയ്താല് ഇതിങ്ങനെ കലരാതെ നമ്മൾ വെള്ളത്തിലിടുമല്ലോ നിൽക്കാൻ വേണ്ടിയിട്ട്. ബ്രഷ് ഉണ്ടെങ്കിൽ അതൊന്നും കൂടി നന്നാവും. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാട്ടോ ആദ്യം ഞാൻ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയിൽ എല്ലാ കളറും അതിൽ ഇല്ലല്ലോ, അപ്പൊ ഇടയിൽ ഞാൻ സാധാ നോർമൽ സ്കെച്ച് പെൻ ഉണ്ടല്ലോ അതും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് ഇനി. അപ്പൊ ഞാൻ അതൊക്കെ വരച്ച് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് ഇനി ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഹൈലൈറ്റേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്ന കളർ തീരെ സ്പ്രെഡ് ആയിട്ടില്ല. മറ്റേത് കുറച്ചൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കലർന്നിട്ടുണ്ട് ഇനി, പക്ഷെ എന്നാലും അത്രയ്ക്ക് പുറത്തേക്ക് വന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ആ ബാക്കിലെ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ബ്രഷ് പെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ കുറച്ചും കൂടി കളർ കിട്ടും. ഇത് അങ്ങനെ ഭയങ്കര ടോപ്പായിട്ട് കളറൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ അടുത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് കാണും, അതും കൂടി ചെയ്യാട്ടോ. അതും കൂടി ചെയ്താൽ നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.